ദേ സ്ഥലമെത്തി. കണ്ടക്ടറുടെ വിളിയാണ് ഹരിയെ ഉണർത്തിയത്. ഹരി ബസ്സിൽ നിന്നിറങ്ങി ചുറ്റുപാടും നോക്കി. തൻ്റെ നാട്. അവൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. മോളെ, ആരാണെന്ന് നോക്കിക്കേ. ആ അമ്മേ. പാർവതി വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കിയതും അവൾ പിറകോട്ട് വീഴാൻ പോയി. പാറു. ഹരി വേഗം അവളെ പിടിച്ചു. ഹരിയേട്ടാ, എവിടെയായിരുന്നു ഇത്രയും നാള്? അതൊക്കെ പറയാം. അരുൺ എവിടെ? ഏട്ടൻ തിരുവനന്തപുരത്താണ്. ഇന്നലെ ആയിരുന്നു കാശിയേട്ടൻ്റെ വീട്ടിൽ നിന്ന് വന്നത്. കാശിയേട്ടനോ? അതാരാ? അരുണേട്ടൻ്റെ ബോസാണ്. മോളോ? മോൾ അപ്പുറത്ത് കൃപ ചേച്ചിയുടെ വീട്ടിലുണ്ട്. ഹരിയേട്ടൻ എവിടെയായിരുന്നു ഇത്രയും നാളും? അന്ന് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് അവിടേക്ക് പോവാനേ തോന്നിയില്ല. ഇത്രയും കാലം വേണ്ടാത്ത ഏട്ടന്മാർക്ക് എന്നെ അല്ലായിരുന്നു വേണ്ടത്, നിന്നെയായിരുന്നു. ഞാനത് കേട്ടപ്പോൾ അവരോട് വഴക്കിട്ടു. എന്താടാ, ഒറ്റ രാത്രി നിനക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഭാര്യമാരെയും? ഛേ, സകല കൺട്രോളും നഷ്ടമായി ഞാൻ ഏട്ടന്മാരെ തല്ലി. അതിൻ്റെ ദേഷ്യത്തിൽ എന്നെ അവർ ഇരുട്ടുമുറിയിലിട്ട് കുറേ കാലം ഉപദ്രവിച്ചു. ഹരി പറയുന്നത് കേട്ട് പാറുവിൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. ഇനി ഹരിയേട്ടൻ എങ്ങോട്ടേക്കും പോവേണ്ട. ഞാൻ ഹരിയേട്ടൻ വന്നെന്ന് അരുണേട്ടന് വിളിച്ചു പറയട്ടെ. പാർവതി പറഞ്ഞത് കേട്ട് അരുണിന് സന്തോഷമായി. ഓക്കെ മോളെ. എന്താ അരുൺ ഒരു സന്തോഷം? മീര ചോദിച്ചു. അത് ഹരി വന്നെന്ന്. എൻ്റെ ഹരി? പാറുവിൻ്റെ ഹസ് വന്നോ? ഇത്രയും കാലം എൻ്റെ പാറുമോള് ഹരിയില്ലാതെ വിഷമിച്ചു. ഇന്ന് ഇങ്ങോട്ട് വരും. മീര അരുണിനെ ചേർത്ത് പിടിച്ചു. അതേ, ഞങ്ങളും ഇവിടെ ഉണ്ട് ട്ടോ. ചാരും ബിനോയും ബാക്കി എല്ലാവരും കണ്ണുപൊത്തി നിൽക്കുന്നുണ്ട്. ഇന്ന് കാശിയുടെ പിറന്നാളല്ലേ, അവൻ വരുമ്പോഴേക്കും ഇവിടെ ഡെക്കറേഷൻ ചെയ്യണ്ടേ? അജു പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കൂടെ അവിടെ വൃത്തിയാക്കാൻ തുടങ്ങി. അതിനിടയിൽ റൊമാൻസുമുണ്ട്. ദേ ഇച്ചായ, ഒതുങ്ങിയിരുന്നോ? ചാരു ചൂടായി. ആളടക്കാക്കുരുവെ പോലെ ഉള്ളൂ. ബലൂണ് കെട്ടാൻ ഒന്ന് സഹായിക്കാമെന്ന് കരുതി ഞാനൊന്ന് സഹായിച്ചതാ. ബിനോയ് കരയുന്നത് പോലെ ചെയ്തു. അതെ, കരയൊന്നും വേണ്ട. ദേ എന്നെ ഒന്ന് പിടിക്കുവോ? അവിടെ ഒരു ബലൂണിന് കെട്ടാവുണ്ട്. ബിനോയ് ചിരിച്ചുകൊണ്ട് അവളെ എടുത്തു പൊക്കി. സ്നേഹക്ഷീണം എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ കയ്യിലൊരു ബൗളും ഉണ്ട്. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്നും നന്ദുവും കാശിയും വീട്ടിലേക്ക് വന്നു. അകത്തേക്ക് കയറിയ രണ്ടുപേരും ഒന്ന് ഞെട്ടി. ആഹാ, ഡെക്കറേഷനൊക്കെ ചെയ്തു കഴിഞ്ഞോ? നന്ദന ചോദിച്ചു. അതൊക്കെ കഴിഞ്ഞു. മക്കൾ പോയി ഫ്രഷായി വാ, വൈദേഹി പറഞ്ഞു. വൈകുന്നേരത്താണ് ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. കമ്പനി സ്റ്റാഫുകളെല്ലാം ഫംഗ്ഷന് വന്നിട്ടുണ്ട്. ഹരിയും പാറുവും അമ്മയും പാറുവിൻ്റെ കുഞ്ഞും വന്നിട്ടുണ്ട്. കാശി എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ച ശേഷം കേക്ക് കട്ട് ചെയ്തു. കേക്ക് മുറിച്ച് ആദ്യം നന്ദുവിന് കൊടുക്കാൻ നിന്നതും നന്ദു വേണ്ടെന്ന് പറഞ്ഞു. കാശി പുഞ്ചിരിച്ചുകൊണ്ട് വൈദേഹിക്ക് കേക്ക് കൊടുത്തു. അമ്മയുടെ കണ്ണന് 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു. കാശിയുടെ വായിലേക്ക് കേക്ക് കൊടുത്തുകൊണ്ട് വൈദേഹി പറഞ്ഞു. കാശി നന്ദുവിനും കേക്ക് കൊടുത്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു മൈ സ്വീറ്റ് ഹാർട്ട് ഹാപ്പി, ലവ് യു സോ മച്ച്. നന്ദു കാശിയുടെ വായിലേക്ക് കേക്ക് വെക്കാൻ പോയതും നന്ദു വയറിൽ പിടിച്ച്, അമ്മേ, കാശിയേട്ടാ വേദനിക്കുന്നു. വേഗം മഹി നന്ദുവിൻ്റെ അടുത്തേക്ക് വന്ന് അവളെ പരിശോധിച്ചു. കാശി, മോൾക്ക് ലേബർ പെയിനാണ്, വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. കാശി വേഗം റൂമിൽ പോയി ചാവിയെടുത്ത് പുറത്തേക്ക് വന്നു. മഹിയും ജിതിനും മുൻസീറ്റിൽ കയറി. പിൻസീറ്റിൽ കാശിയുടെ മടിയിൽ വേദനയോടെ പിടയുകയായിരുന്നു നന്ദു. കാശിയേട്ടാ. നന്ദു, ഒന്നുമില്ലടാ, നമ്മളിപ്പോഴെത്തും. മഹിയേട്ടാ, ഒന്ന് വേഗം. കാശിയുടെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീര് നന്ദുവിൻ്റെ കവിളിലൂടെ ഒഴുകിയിറങ്ങി. ലേബർ റൂമിൽ. മോളെ പുഷ്. ഏട്ടാ പറ്റുന്നില്ല. മോളെ ടെൻഷൻ ആവാതെ. നന്ദന അലറി കരഞ്ഞു. പുറത്ത് കാശി ടെൻഷനോടെ ഇരിക്കുവാണ്. വൈദേഹിയും ബാക്കിയുള്ളവരെല്ലാവരും പ്രാർത്ഥനയിലാണ്. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം കാശി മഹിയെ നോക്കിയപ്പോൾ മഹിയുടെ കയ്യിൽ തൻ്റെ 2 കുഞ്ഞുങ്ങൾ. എല്ലാവരും വേഗം മഹിയുടെ അടുത്തേക്ക് ചെന്നു. ഇളം റോസ് നിറമുള്ള കുഞ്ഞിനെ കാശി നോക്കി നിന്നു. എന്താടാ? ദേ പിടിക്ക്. ഏയ് വേണ്ട, എനിക്ക്. കാശി കുഞ്ഞുങ്ങളെ എടുക്കാൻ പേടിയായിരുന്നു. കാശിപ്പ, വാവകളെ കാണാൻ എന്ത് ഭംഗിയല്ലേ. ഇത് കാശിപ്പായുടെ വാവകളാണോ? വിടർന്ന കണ്ണുകളോടെ നാദിമോള് കാശിയോട് ചോദിച്ചു. ആടോ പൊന്ന. അജു നാദിമോളെ എടുത്ത് കുഞ്ഞുങ്ങളെ കാണിച്ചു. ഈ കുഞ്ഞു വാവകൾ നിന്റെ അനിയനും അനിയത്തിയാണ്. ആണോ? അത് കേട്ടതും നാദിമോള് സന്തോഷത്തോടെ കൈയടിച്ചു. കാശി പതിയെ 2 പേരെയും കയ്യിലേക്ക് വാങ്ങി. ആൺകുഞ്ഞ് കാശിയെപ്പോലെയും പെൺകുഞ്ഞ് നന്ദുവിനെ പോലെയും ആയിരുന്നു മുഖച്ഛായ. എല്ലാവരും കുഞ്ഞിനെ നോക്കി കൊഞ്ചിച്ചു. മഹിയേട്ടാ, നന്ദുട്ടി, മോൾക്കൊരു കുഴപ്പമില്ലടാ. ബിനോയും അരുണും ഹോസ്പിറ്റലിൽ എല്ലാവർക്കും ലഡു വിതരണം നൽകി. കുഞ്ഞുങ്ങളെ തന്നെ നോക്കിയിരിക്കുന്ന കാശിയെ തട്ടി വിളിച്ച് നന്ദു ചോദിച്ചു, ഹാപ്പിയായോ? താങ്ക്സ് നന്ദുട്ടി. നന്ദു കാശിയെ നോക്കി പുഞ്ചിരിച്ചു. കാശിയേട്ടൻ്റെ പിറന്നാൾ ദിവസം തന്നെ നമ്മുടെ മക്കളും പിറന്നു അല്ലേ?
മാസം തികയാതെയുള്ള പ്രസവമായിരുന്നു. ശരിക്കും 8-ാം മാസത്തിന്റെ തുടക്കമായിട്ടേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ പെയിൻ വന്നപ്പോൾ എനിക്കാകെ പേടി തോന്നി, നന്ദന പറഞ്ഞു. കാശി പുഞ്ചിരിച്ചുകൊണ്ട് ആൺകുഞ്ഞിനെ എടുത്തു. ദേ നന്ദു, ഇവന് വരാൻ ടൈം ആയതുകൊണ്ടാണ് നന്ദുട്ടി ഇന്ന് തന്നെ പ്രസവിച്ചത്, കാശി പറഞ്ഞു. അത് കേട്ടതും കാശിയുടെ മുഖത്തേക്ക് നോക്കി കുഞ്ഞൊന്ന് പുഞ്ചിരിച്ചു. 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന ശേഷം ഇന്നാണ് നന്ദനയും കുഞ്ഞും കൈലാസത്തിലേക്ക് പോകുന്നത്. ആരതി ഒഴിഞ്ഞ് അവർ അകത്തേക്ക് കയറി. കാശി, ഇന്നു മുതൽ മോളും കുഞ്ഞുങ്ങളും താഴത്തെ റൂമിലാണ്, വൈദേഹി പറഞ്ഞതും കാശി ഞെട്ടി. എന്ത്? അതൊന്നും പറ്റില്ല, കുഞ്ഞും നന്ദുവും എൻ്റെ റൂമിൽ കിടന്നാൽ മതി, കാശി തീർത്തും പറഞ്ഞു. മോനെ, കാശി മോളുടെ പ്രസവം കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് മോൾക്ക് പ്രസവരക്ഷയുണ്ട്, നിർമ്മല പറഞ്ഞു. അപ്പച്ചി, അത് കാശി ദേഷ്യത്തോടെ അവൻ്റെ റൂമിലേക്ക് പോയി. ഇങ്ങനെ ഒരു ചെക്കൻ. നന്ദു താഴത്തെ റൂമിലേക്ക് പോയി. നന്ദു, വാവകൾക്ക് വീട്ടിൽ വിളിക്കാൻ പേര് കണ്ടുപിടിച്ചിട്ടുണ്ടോ? എന്താ? 6 പേരും ഒരുമിച്ച് ചോദിച്ചു. മോൾക്ക് നിച്ചു എന്നും മോന് കിച്ചു എന്നും. ആഹാ, അടിപൊളി, സാന്ദ്ര പറഞ്ഞു. എന്നടി, ഞങ്ങൾ അപ്പുറത്തെ മുറിയിലുണ്ടാവും. 6 പേരും കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കിയിട്ട് അവരവരുടെ റൂമിലേക്ക് പോയി. കാശിയുടെ റൂമിൽ. എന്താടാ, നീ ഉറങ്ങുന്നില്ലേ? ഇന്ന് മഹിയും ജിതിനും അരുണും എല്ലാവരും കാശിയുടെ കൂടെയാണ് കിടക്കുന്നത്. ഏയ്, ഒന്നുമില്ലേട്ടാ. ഒന്നുമില്ലെന്ന് പറയണ്ട, നിനക്ക് മോളില്ലാത്തോണ്ട് ഉറക്കം വരുന്നില്ല അല്ലേ? അത് പിന്നെ ഇന്നെന്തായാലും പോവാൻ പറ്റില്ല, മോളുടെ പ്രസവരക്ഷ കഴിയുന്നതുവരെ നിന്നെ അങ്ങോട്ട് അടുപ്പിക്കരുത് എന്നാണ് അമ്മമാരുടെ ഉത്തരവ്, മഹി പറഞ്ഞു. കാശി ദേഷ്യത്തോടെ ബാൽക്കണിയിലേക്ക് പോയി. അത് കണ്ടതും 4 പേരും ചിരിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം കാശി ഓഫീസിലേക്ക് പോകുമ്പോൾ നന്ദനയുടെ റൂമിലേക്ക് കയറി. നിച്ചുവും കിച്ചുവും നല്ല ഉറക്കാണ്. കാശി നിച്ചുവിൻ്റെയും കിച്ചുവിൻ്റെയും നെറുകയിൽ മുത്തിയ ശേഷം നന്ദനയെ തിരഞ്ഞു. അവിടെ കാണാത്തതും കാശി കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കിയ ശേഷം കുളക്കടവിലേക്ക് പോയി. അവിടെ നന്ദുവിനെ കണ്ടതും കാശി ഒന്ന് പുഞ്ചിരിച്ചു. മാറുവരെ മുണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. കയ്യിലും കാലിലും മുഖത്തും മഞ്ഞൾ തേച്ചിട്ടുണ്ട്. മുട്ടോളം വരെയുള്ള മുണ്ട്. അവളുടെ വെളുത്ത കാലുകൾ നാഗത്തെ പോലെ പിണഞ്ഞു കിടക്കുന്ന സ്വർണ്ണപാദസരം കണ്ടതും കാശി വികാര പരവേശനായി. ഡാ, പിറകിൽ നിന്നും വൈദേഹിയെ കണ്ടതും കാശി ഒന്ന് ഇളിച്ചു. അമ്മേ, എന്നാ ഞാനങ്ങോട്ട്. കാശിയുടെ ശബ്ദം കേട്ട് നന്ദന അങ്ങോട്ടേക്ക് നോക്കി. പെട്ടെന്ന് നന്ദു കാൽ തെന്നി കുളത്തിലേക്ക് വീണു. അയ്യോ മോളെ! കാശി കുളത്തിലേക്ക് എടുത്തു ചാടി. മോളെ, കണ്ണു തുറക്ക്. കാവ്യ നന്ദുവിനെ തട്ടി വിളിച്ചുകൊണ്ടേയിരുന്നു. ജിതിൻ വേഗം നന്ദുവിനെ പരിശോധിച്ചു. ജിതിൻ? കാശി വിളിച്ചപ്പോൾ ജിതിൻ കാശിയെ നോക്കി. കുഴപ്പമൊന്നുമില്ലടാ. ബ്രീത്തെടുക്കാൻ നന്ദന പാടുപെട്ടു. കുളക്കടവിൽ വെച്ച് തന്നെ കാശി നന്ദുവിൻ്റെ ഡ്രസ്സ് മാറ്റിയിരുന്നു. നന്ദു കണ്ണു തുറന്നതും കാശി നന്ദുവിനെ ചേർത്ത് പിടിച്ചു. ഞാനൊരു കാര്യം പറയാം, നന്ദുവിൻ്റെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അത് മോനെ, മർത്തൊന്നും പറയണ്ട. കാശി അത് പറഞ്ഞുകൊണ്ട് നന്ദുവിനെ കോരിയെടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയി.